ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് കേരള സ്റ്റൈൽ ഗാർലിക് പിക്കിളാണ്. അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 500 ഗ്രാം വെളുത്തുള്ളി തൊലി കളഞ്ഞെടുത്ത് വെച്ചത്, 100 ഗ്രാം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞത്, 100 ഗ്രാം പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞത്, 50 ഗ്രാം കറിവേപ്പില, 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ, ഉപ്പ് ആവശ്യത്തിന്, വിനാഗിരി 100 ml, കോക്കനട്ട് ഓയിൽ 100 ml, നല്ലെണ്ണ 100 ml, ആദ്യമേ തന്നെ നമ്മൾ ഒരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുക. ഇനി അതിലേക്ക് 100 ml കോക്കനട്ട് ഓയിലും 100 ml നല്ലെണ്ണയും കൂടെ ആഡ് ചെയ്യാം. എണ്ണ നന്നായി തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇതിൽ ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പ് ആഡ് ചെയ്താൽ പെട്ടെന്ന് ഫ്രൈ ആയി വരും. ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ നമ്മൾ ഫ്രൈ ചെയ്യണം. ഇപ്പോൾ ഇവിടെ ഗാർലിക് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഗാർലിക് മറ്റൊരു പാത്രത്തിലേക്ക് എടുത്തു മാറ്റാം. ഇനി നമ്മൾ ഇഞ്ചിയാണ് വറുത്തെടുക്കുന്നത്. ഇഞ്ചിയും ഒരു ഗോൾഡൻ ബ്രൗണിഷ് കളർ ആവുന്നത് വരെ ഫ്രൈ ചെയ്യുക. ഇഞ്ചി വറുത്ത് കോരിയതിന് ശേഷം നമുക്ക് കറിവേപ്പില ഫ്രൈ ചെയ്യാം. ഇനി പച്ചമുളകാണ് ഫ്രൈ ചെയ്യുന്നത്. ഇനി ഈ മിച്ചം വരുന്ന എണ്ണ നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ പിക്കിൾ പൗഡർ 3 ടേബിൾ സ്പൂൺ പിക്കിൾ പൗഡർ ആഡ് ചെയ്യുന്നു. ഫ്ലെയിം ഓഫ് ചെയ്തത് ഈ പിക്കിൾ പൗഡർ കരിഞ്ഞു പോകാതെ ഇരിക്കാനാണ്. ഇനി ഇത് നന്നായി മിക്സ് ചെയ്യുക. ഇനി ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന ഗാർലിക്കും മറ്റ് ഇൻഗ്രീഡിയൻസും പച്ചമുളക്, കറിവേപ്പില, ഇഞ്ചി ഇവയെല്ലാം ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഉപ്പ് കുറച്ച് കുറവാണ്, അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം നമ്മുടെ ഗാർലിക് പിക്കിൾ ഇവിടെ ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഭയങ്കര ഡ്രൈയും ക്രിപ്സിയും ആയിട്ടിരിക്കുകയാണ് ഗാർലിക്. അതുകൊണ്ട് ഒരു 24 മണിക്കൂർ ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എണ്ണയും മസാലയും ഒക്കെ നന്നായി അബ്സോർബ് ചെയ്ത് നല്ല സ്മൂത്ത് ആകും. അതിനുശേഷം ഒരു 50 ml അല്ലെങ്കിൽ ഒരു 100 ml വിനാഗിരി ചൂടാക്കി ഇതിലേക്ക് ഇളക്കി യോജിപ്പിക്കുക. എന്നിട്ട് നല്ലൊരു ഉണങ്ങിയ ഒരു കണ്ടെയ്നറിൽ പ്രിസർവ് ചെയ്ത് നമുക്ക് 1 വർഷം 1.5 വർഷമൊക്കെ സൂക്ഷിച്ച് വെക്കാം. ഉണങ്ങിയ സ്പൂൺ മാത്രം യൂസ് ചെയ്യുക, അല്ലെങ്കിൽ ഇത് പെട്ടെന്ന് പൂത്തു പോകാൻ സാധ്യതയുണ്ട്. ഇത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സിമ്പിൾ റെസിപ്പിയാണ്. എല്ലാവർക്കും എളുപ്പം വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. നിങ്ങൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ.